ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴത്തോരും മുമ്പേയുടെ ബാക്കി കഥ കേട്ടാലോ? അതിനു മുമ്പേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലചന്ദ്രനും ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടി ഔട്ടിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ സംസാരിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ അവരോട് ചോദിക്കുകയാണ്, അലീന എന്തിനാ പോയതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ അമ്മ വൈജ തിരിച്ച് നിങ്ങളുടെ കൂടെ വരാനും നിൽക്കാനും വേണ്ടിയാണ് അവൾക്ക് ഇഷ്ടമുള്ള ഈ വീട് വിട്ട് അലീന ഇവിടുന്ന് പോയത്. നിങ്ങൾ മക്കൾ അച്ഛനെയും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടരുത്. നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ജോലി നോക്കുക, അത്രമാത്രം ചെയ്താൽ മതി, വേറൊന്നിലും ഇടപെടരുത്. അങ്ങനെ വീണ്ടും ബാലചന്ദ്രൻ മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ജോലി ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അമ്മ അറിയാത്ത മട്ടത്തിലുള്ള ജോലിയൊക്കെ നിങ്ങൾക്ക് ചെയ്തോളൂ. ഇനി അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിലേക്ക് വന്നോളൂ, ഞാൻ മാക്സിമം അലങ്കോലാക്കിയിടാം. നിങ്ങൾക്ക് അവിടെ വന്ന് അതൊക്കെ ശരിയാക്കി വെച്ച് ജോലി ചെയ്യാം. അമ്മയോട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട. ആരോടും തർക്കിക്കാനും കുശുമ്പ് കാട്ടാനൊന്നും ആളില്ലാണ്ടായി എന്ന് തോന്നുമ്പോൾ അമ്മ സ്വയം അടങ്ങിക്കോളും. അങ്ങനെയാണ് ബാലചന്ദ്രൻ മക്കളോട് പറഞ്ഞത്. ഇതും പറഞ്ഞ് ബാലചന്ദ്രനും മക്കളും കാറിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി. ഇവർ വരുന്നത് നോക്കി നിൽക്കായിരുന്നു നമ്മുടെ വൈജ. ഇവർ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ വൈജ തുടങ്ങിട്ടോ. ഓരോരുത്തരോടും അവർ തന്ന ഭക്ഷണം എന്താണെന്ന് വൈജ അന്വേഷിച്ചു. എന്നിട്ട് തൻ്റെ അടുക്കളയിൽ നിന്നാണ് ഈ 3 മക്കളും ഭക്ഷണം കഴിച്ച് വലുതായതെന്നും തന്നെ അനുസരിച്ച് നിന്നാൽ മാത്രമേ തൻ്റെ അടുക്കളയിൽ നിന്ന് എല്ലാവർക്കും ഉള്ളത് കിട്ടുള്ളൂ എന്നും വൈജ പറഞ്ഞു. ഇതുകൂടെ കേട്ടപ്പോൾ നമ്മുടെ ബബിതയ്ക്ക് ദേഷ്യം വന്നു. അച്ഛൻ കേൾക്കണില്ലേ? അച്ഛനല്ലേ ഈ വീട്ടിലത്തെ കുടുംബനാഥ? അമ്മ പറയുന്നതൊക്കെ കേട്ട് നിൽക്കണോ? ബബിത അച്ഛനോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ആരോടാ ഞാൻ പറയണ്ടേ? എനിക്ക് അമ്മ ഇല്ല, മരിച്ചുപോയി. ഭാര്യ ഇല്ല, ഇറങ്ങിപ്പോയ എൻ്റെ മനസ്സിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ച് കയറാൻ പറ്റും, പക്ഷേ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ച് കയറണമെങ്കിൽ എന്നോട് ചോദിക്കണം. ബാലചന്ദ്രൻ പറഞ്ഞു, എൻ്റെ ഭാര്യ തിരിച്ച് കയറിയിട്ടില്ല, കയറിക്കോട്ടേന്ന് എന്നോട് ചോദിച്ചിട്ടുമില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ വൈജയുടെ മുഖത്ത് ഒരു സങ്കടം മിന്നിമാഞ്ഞെങ്കിലും അവളെ ചോദിച്ചു, പിന്നെ ഞാനാരാ? അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, പ്രേതം. എവിടെയൊക്കെയോ അലിഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഗതിയില്ലാതെ വന്ന് കയറിയ പ്രേതം. ഇതും പറഞ്ഞ് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോയി. മക്കളും അവിടെ നിന്ന് പോയി. ഇത് കേട്ടപ്പോൾ നമ്മുടെ വൈജയുടെ മുഖത്ത് സങ്കടവും ദേഷ്യവും ഒരുപോലെ ഭാവവ്യത്യാസങ്ങൾ മാറി മാറി വന്നു. ഇതേ സമയം നമ്മുടെ സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിൽ സ്റ്റാലിൻ ജോസഫും അപ്പനും മദ്യപിക്കുകയായിരുന്നു. സ്റ്റാലിൻ ജോസഫ് ഓൾറെഡി കുറച്ച് ഓവറായിട്ടുണ്ട്. അപ്പച്ചൻ സ്റ്റാലിൻ ജോസഫിനോട് പറയുകയാണ്, ഇപ്പോഴേ നീ കുറച്ച് ഓവറാണ്, ഇനി മതി നിർത്താനൊക്കെ പറയുന്നുണ്ട്. സ്റ്റാലിൻ ജോസഫ് അപ്പച്ചനെ നിർബന്ധിക്കുകയാണ്. അപ്പച്ചൻ ഒരു പെഗ്ഗില്ലേ അടിച്ചോളൂ, ഒന്നുകൂടെ അടിച്ചോളൂ, ചിന്നമ്മയെ പേടിച്ചിട്ടാണോ അപ്പച്ചൻ അടിക്കാത്തത് എന്നൊക്കെ സ്റ്റാലിൻ അപ്പച്ചനോട് ചോദിക്കുകയാണ്. അതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് അപ്പച്ചൻ. 2 ദിവസം കൊണ്ട് പോകണമെന്ന് പറഞ്ഞു വന്ന അപ്പച്ചൻ ഇപ്പോൾ 3-4 ദിവസമായിട്ടും പോവാത്തത് എൻ്റെ കൂടെ നിൽക്കാനുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നുമല്ല കാര്യം, ചിന്നമ്മയെ കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സ്റ്റാലിൻ ജോസഫ് അപ്പച്ചനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സ്റ്റാലിൻ പറയുകയാണ്, എൻ്റെ മകൾ 23 വർഷം ഒറ്റയ്ക്കായിരുന്നു. അവൾക്ക് ഇനിയെങ്കിലും നല്ല ജീവിതം കിട്ടണം. അവളും ഞാനും ഒരു യാത്ര പോകും ഒറ്റയ്ക്ക്. ഞങ്ങൾക്ക് ആകാശത്ത് കൂടെ പറക്കണം, കര കാണാ കടലിൽ നീന്തണം. ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അലീനയുടെ വിവാഹം നല്ലൊരു പണക്കാരനുമായി നടത്തണം. ഇതൊക്കെ പറഞ്ഞ് നല്ല കുടിച്ച് ആടി നടക്കുകയാണ് നമ്മുടെ സ്റ്റാലിൻ ജോസഫ്. എന്നിട്ട് അലീനയുടെ പേര് ഞാൻ മാറ്റി മൈ പ്രിൻസസ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് സ്റ്റാലിൻ. എന്നിട്ട് മനസ്സ് മുഴുവൻ അലീനയെക്കുറിച്ചുള്ള ചിന്തകളുമായി കുളത്തൂപ്പുഴയിലെ രാജകുമാരിയായി അലീനയെ മനസ്സിൽ കണ്ട് അദ്ദേഹം റൂമിലേക്ക് നടന്നകന്നു. സ്റ്റാലിൻ ജോസഫും അപ്പച്ചനും മദ്യപിക്കുന്നത് അലീന അപ്പുറത്തുള്ള റൂമിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു. അപ്പച്ചൻ അലീനയുടെ അടുത്തേക്ക് വന്നപ്പോൾ അലീന ദേഷ്യപ്പെട്ടു. അലീന വല്യപ്പച്ചനോട് പറഞ്ഞു, മദ്യപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചു. വല്യപ്പച്ചൻ മദ്യപിക്കുന്നത് തെറ്റാണെന്നും അലീനയുടെ വാദമാണ് ശരിയെന്നും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയണേ. ബാക്കി കഥ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.